ഹായ് ഗായ്സ്, നമുക്ക് പിൻട്രസ്റ്റ് യൂസ് ചെയ്തൊരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്താലോ? വളരെ ഈസിയാണ് കേട്ടോ. ആദ്യം നമ്മൾ ക്രിയേറ്റിൽ പോവുക, ദെൻ കൊളാഷ് എടുക്കുക. എന്നിട്ട് നമുക്കിവിടെ ഇഷ്ടമുള്ള ഏത് ആണോ വേണ്ടത് അത് നമ്മൾ ചൂസ് ചെയ്യുക. ലൈക്ക് ഇപ്പം ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത് ഫ്ലൈറ്റ് ആണ്. അപ്പം ഫ്ലൈറ്റിൻ്റെ നമുക്ക് കുറേ പിക്ചേഴ്സ് വരും. നമ്മൾ എടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആക്ച്വലി ആ ഒരു സീറ്റിൽ ഇരിക്കണ പോലുള്ള ഫോട്ടോസാണ് വേണ്ടത്. സോ അങ്ങനെ ഒരു ഫോട്ടോ ഞാൻ റാൻഡംലി സെലക്ട് ചെയ്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫോട്ടോ നമുക്കിതിൽ ഇങ്ങനെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. സോ ഞാൻ ആ ഫോട്ടോ ഫുള്ളായിട്ട് എടുത്തു. എന്നിട്ട് നമുക്ക് ഈ ഒരു വൈറ്റ് ബോർഡിൽ ഇഷ്ടമുള്ള സ്ഥലത്ത് നമുക്കത് പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ടെക്സ്റ്റോ കാര്യങ്ങളോ ഒക്കെ നമുക്കിതിൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്ന മൈ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് സംതിങ് നമുക്കിഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. നമുക്കിവിടെ ഇഷ്ടമുള്ള രീതിയിൽ നമുക്കതിൻ്റെ സൈസ് മാറ്റി കൊടുക്കാം. ഫോണ്ടിനെ നമുക്ക് മാറ്റാം. വൈറ്റ് ബോർഡ് നമുക്ക് വേണമെങ്കിൽ ബ്ലാക്ക് ആക്കാം, എന്തും ചെയ്യാം. സോ അതിനുശേഷം നമുക്കിഷ്ടമുള്ള നെക്സ്റ്റ് ഒരു പിക്ചർ എടുക്കുക. നമുക്കിഷ്ടമുള്ള എന്തും വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. നമുക്കിപ്പോൾ എന്താ പറയുന്നത്, ഹൗസ് വേണമെങ്കിൽ ഹൗസ്, എന്താണോ വേണ്ടുന്നത് നമുക്കിഷ്ടമുള്ള പിക്ചേഴ്സ് റാൻഡംലി നമ്മുടെ ഈ വൈറ്റ് ബോർഡ് ഫുള്ള് നിറയുന്ന രീതിയിൽ നമുക്കിഷ്ടമുള്ള രീതിയിൽ അതിനെ കൊളാഷാക്കി എടുക്കാം. ഇനി നമുക്ക് ട്രിം ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോയും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ള ഒരു ഫോട്ടോ ഞാൻ എങ്ങനെയാണ് ട്രിം ചെയ്യുന്നത്. നമുക്ക് പിൻട്രസ്റ്റിൽ ഓട്ടോമാറ്റിക്കായിട്ട് ട്രിം ഓപ്ഷൻ ഉണ്ട്. കണ്ടോ, ട്രിം ഓപ്ഷൻ എടുക്കാം. അതിന് ശേഷം നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള സൈസിലാക്കി കൊടുക്കാം. നമുക്ക് ഈ വൈറ്റ് ബോർഡിനെ പല കളേഴ്സ് ആക്കി മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതേപോലെ ടെക്സ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണമെന്നൊന്നുമില്ല. നമുക്ക് ടെക്സ്റ്റ് സെർച്ച് ചെയ്താൽ ആ ടെക്സ്റ്റിൻ്റെ ഫോമാറ്റുകൾ നമുക്ക് കിട്ടുന്നതായിരിക്കും. നമുക്ക് ആ ഒരു നമ്മൾ അത് ഫോളോ ചെയ്താൽ മതി. ഇതേപോലെ നമുക്കിഷ്ടമുള്ള ഇത് കംപ്ലീറ്റ് ഫില്ലാക്കുന്ന രീതിയിൽ നമുക്കാക്കിയതിന് ശേഷം നമുക്കിത് ഫോണിൻ്റെ വാൾപേപ്പറായിട്ടും ലോക്ക് സ്ക്രീനിലും ഒക്കെ സേവ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷന് നമുക്ക് പിൻട്രസ്റ്റിൽ തന്നെ ഉണ്ട്. അതേപോലെ പിൻട്രസ്റ്റിൽ നമുക്ക് കുറേ റെഫറൻസ് പിക്ചേഴ്സും കൂടെ കിട്ടും. ഇപ്പോൾ ആദ്യമായിട്ട് വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ട കുറേ വിഷൻ ബോർഡ് റെഫറൻസും കിട്ടുന്നതായിരിക്കും.